വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അത്ര ഹാപ്പി ആയിട്ടല്ല. അപ്പം 1-2 ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. അന്ന സെബാസ്റ്റ്യൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ what happened is Anna Sebastian was a chartered accountant and she passed away. Reason for the death എന്ന് പറയുന്നത് വർക്ക് പ്രഷർ ആണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അന്നയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന 2023 അവരുടെ CA എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പൂനെയിലുള്ള EY എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ 2024 ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള വർക്ക് പ്രഷറാണ് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓവർബർഡൻ ഉണ്ടായിരുന്നു. എന്നിട്ടും ഷീ കെപ്റ്റ് ഓൺ ഡൂയിങ് ദാറ്റ് ജോബ്. അന്ന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അന്നയെ പോലുള്ള ഒരാൾക്ക് അവരുടെ ഒരു ഡ്രീം ജോബ്, എസ്പെഷ്യലി EY പോലുള്ള ഒരു കമ്പനിയിലൊക്കെ ജോലി ലഭിക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ആയിരിക്കണം അവർ ഓവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അവർക്ക് ആങ്സൈറ്റി, സ്ട്രെസ്, ചെസ്റ്റ് പെയിൻ ഒക്കെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഡോക്ടേഴ്സ് ഗ്യാസ്ട്രിക് ഒക്കെ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അവർ ഓവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആസ് എ റിസൾട്ട് ജൂലൈ 20th ഷീ ലോസ്റ്റ് ഹർ ലൈഫ്. അതിനുശേഷം അന്നയുടെ അമ്മ EYയുടെ ഹെഡിന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെറ്ററിൽ അന്നയുടെ അമ്മ ഒരുപാട് കാര്യങ്ങൾ അന്നയെക്കുറിച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. അതിലെ സാഡസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയിലെ ഒരാൾ പോലും അന്നയുടെ ഫിനറലിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പം ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മനസ്സെന്താ പറയണ്ടത്, ഭയങ്കര ഒരു ഹെവിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു കമ്പനിക്ക് വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള അന്നയുടെ ഫിനറലിന് ആ ഒരു കമ്പനിയിൽ നിന്നും ഒരാൾ പോലും എത്തിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കമ്പനി എത്രമാത്രം എംപ്ലോയീസിനെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇത്തരത്തിൽ എംപ്ലോയീസിനെ യാതൊരു രീതിയിലും വാല്യൂ ചെയ്യാത്ത കമ്പനികളിൽ നിന്നും ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഒരുപക്ഷെ അന്നയുടെ മാനേജർ മേ ബി പലതവണ പറഞ്ഞിട്ടുണ്ടാവണം നമ്മളെല്ലാവരും ഒരു ഫാമിലി ആണെന്നുള്ളത്. സോ വർക്ക് പ്ലേസിലുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക. സോ നമ്മളൊരു ലീവ് ചോദിച്ചാൽ തീരാവുന്ന ബന്ധമേ നമ്മളും അവരും തമ്മിലുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് പ്ലേസിലെ ഫാമിലി എന്ന് പറയുന്നത് നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മളെ വർക്ക് ഫാമിലിയിലുള്ള ഒരാൾ നമുക്കൊരു എക്സ്ട്രാ ജോബ് തരികയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് നോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് വർക്ക് പ്ലേസിലുള്ള ഫാമിലി എന്നുള്ളത് എപ്പോഴും ഓർക്കണം. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. വർക്ക് പ്ലേസിലുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക. കമ്പനി ഇസ് നോട്ട് യുവർ ഫാമിലി. സോ അവരെപ്പോഴും നിങ്ങളെ ഒരു റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്നയുടെ അമ്മയുടെ ആ ഒരു ലെറ്റർ വായിച്ചപ്പോൾ ശരിക്കും ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെറ്ററിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അന്നയ്ക്ക് ചെസ്റ്റ് പെയിനും അതുപോലെ ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നിട്ടും അന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. സോ അന്നയ്ക്ക് അന്നയുടെ ബോഡി ഒരുപാട് തരത്തിലുള്ള ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന അതൊക്കെ അവോയ്ഡ് ചെയ്തത് കൊണ്ടാണ് അന്ന ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തത്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ആയിരക്കണക്കിന് എംപ്ലോയീസ് ഒരാൾ മാത്രമാണ് നമ്മളെന്ന് പറയുന്നത്. സോ നമ്മളൊക്കെ ജസ്റ്റ് നമ്പേഴ്സ് മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് ID കാർഡ്സും നമ്പേഴ്സും ഒക്കെ തരുന്നത്. എനി ഡിഗ്രി, എനി ജോബ്, എനി പേഴ്സൺ ഇസ് ജസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമാണ് നഷ്ടം ഉണ്ടാവുന്നത്. നിങ്ങളുടെ പാരൻസിനും നിങ്ങളുടെ ബ്രദറിനും സിസ്റ്ററിനും മാത്രമാണ് നഷ്ടം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നോ പറയാനായിട്ട് പഠിക്കുക. സോ നോ പറയാനായിട്ട് പഠിക്കുക. അത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും. ഇപ്പോൾ ഞാൻ നോ പറഞ്ഞില്ലെങ്കിൽ അതെൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നോ പറഞ്ഞേ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ ബോസിനെയോ അല്ലെങ്കിൽ മാനേജറിനെയോ പ്ലീസ് ചെയ്യാനോ ബെസ്റ്റ് പെർഫോമർ ആവാനോ വേണ്ടി നിങ്ങൾ നോ പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെയാണ് അത് അഫക്റ്റ് ചെയ്യാമെന്ന് എപ്പോഴും ഓർക്കുക. സോ അന്നയുടെ ആക്ഷൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാണുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഉറക്കമില്ലായിരുന്നു, ഉറക്കം കിട്ടാറില്ലായിരുന്നു. പിന്നെ ഭക്ഷണം സമയത്ത് കിട്ടില്ല, കഴിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ വർക്കിൻ്റെ നേച്ചർ തന്നെയാണ് അതിൻ്റെ കാരണം. രാത്രി 12:30 മണി വരെ ഇരുന്ന് ജോലി ചെയ്യണം. തിരിച്ച് റൂമിലെത്തുമ്പോൾ 1:30 മണിയാകും. 1:30 മണി കഴിഞ്ഞാൽ അഡീഷണൽ വർക്ക് ഇവർ ചെയ്യേണ്ടാത്ത മറ്റു വർക്കുകൾ അസിസ്റ്റൻറ്റ് മാനേജർ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവർ പലപ്പോഴും ഇത് കാണിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ പറയും അതെന്താ നിങ്ങൾക്ക് രാത്രിയിലിരുന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു മറുപടിയാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് വർക്കില്ലായ്മ ഇതും കാരണമാണ്. പിന്നെ സ്ട്രെസ്സും ഇതെല്ലാം ടെൻഷൻ എല്ലാം കൂടി വന്നപ്പോഴാണ് ഇവർക്ക് തീർത്തും അവശതയായത്.
പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു. അപ്പം അന്നേരം അവൾ പറയുമായിരുന്നു ഈ ഇപ്പോൾ അവസാന ഈ സമയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജോലി ഭയങ്കര സ്ട്രെസ് ടെൻഷനാണ്, രാത്രിയിൽ ഒത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യണം, തിരിച്ചു വന്നാലും പിന്നെയും ജോലി ചെയ്യുക. അപ്പോൾ ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒന്ന് റിസൈൻ ചെയ്ത് വരാൻ പറയും. റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇത് EYയിലെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പോഷർ അവൾക്ക് കിട്ടുമായിരുന്നു. അതായത് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിലെ ഓഡിറ്റിംഗാണ് EY ചെയ്യുന്നത്. അപ്പോൾ അത് അവൾക്കാണെങ്കിൽ തന്നെ കുറച്ച് നാൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വേറെ എവിടെയും ജോലി കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ്. അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് അവളെ അഡ്വൈസ് ചെയ്തു. അതുകൊണ്ടാണ് കുറച്ച് നാളും കൂടി അവൾ അതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. ഞങ്ങൾ ഇവളോട് ആവശ്യപ്പെടുമായിരുന്നു റിസൈൻ ചെയ്ത് വരാനായിട്ട്. ഒരു അസിസ്റ്റൻറ്റ് മാനേജറുമാണ് വർക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരാണിങ്ങനെ ഈ അസിസ്റ്റൻറ്റ് മാനേജറാണ് പറഞ്ഞത് നിങ്ങൾക്ക് രാത്രി ഇരുന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. ഇങ്ങനെ 1:30 മണി ഇന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ചെയ്യുന്ന അവൾക്ക് എന്തെങ്കിലും വർക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ അതെങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണോ, വർക്കില്ലെങ്കിൽ വർക്കില്ല, അങ്ങനെ ചെയ്തു തീർക്കണോ എന്നുള്ളതായിരുന്നു അവളുടെ ഒരു വാശി. വർക്ക് സ്ട്രെസ്സിനെ പറ്റി കൂടുതൽ, അതായത് സാറ്റർഡേ സൺഡേസും ഒക്കെ വർക്ക് ചെയ്ത് അതും 16 hours ഒക്കെ, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോകണം, രാത്രി ഒരു ലേറ്റ് നൈറ്റ് 11:30 12 വന്നുകൊണ്ടിരുന്നത്, ചില സമയത്ത് 1 മണി രാവിലെ ആവും. അപ്പൊ ഇങ്ങനെ ആ സ്ട്രെസ് പറ്റുന്നില്ല. ഒരു 2 മാസം ഫുൾ ടൈം ഇങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ വർക്കിംഗ് ആയിരുന്നു. ഒരു ബ്രേക്ക് പോലും ഇല്ലാണ്ട് ആണ് ആ കൊച്ചിനെ കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കത് പറ്റുന്നില്ല. ഇട്ടിട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്, എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മരിച്ചെന്ന് രാത്രിയാണ് ഞങ്ങൾ സംസാരിച്ചത്. രാത്രി ഈ സ്ട്രെസ്, ഇപ്പൊ രാത്രി ഞാൻ വിളിക്കുന്നത് ഒരു 9 മണിയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിച്ചിട്ട് വീണ്ടും ഇനി വർക്ക് കോൾ ഉണ്ട്. സാറ്റർഡേ ആണ്, ഇനിയും വർക്ക് കോൾ ഉണ്ട്. അപ്പൊ അതുണ്ട്, അപ്പൊ പെട്ടെന്ന് വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. പിന്നെ അഗൈൻ ഈ സ്ട്രെസ്സും വീട്ടിലേക്ക് വരാനിരിക്കുവായിരുന്നു. ജൂലൈ എൻഡില് വന്നിട്ട് ഒരു 2 weeks എങ്ങനെയെങ്കിലും വർക്ക് ഫ്രം ഹോം എടുക്കാൻ അങ്കിളും ആന്റിയും കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവൾ എടുക്കാൻ തീരുമാനിച്ചിട്ട് ഇവിടെ വന്നിട്ടൊരു ട്രാൻസ്ഫർ കഴിക്കാം, ഇവിടെ ഇന്ത്യ കൊച്ചിയിലേക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു അന്ന. ഈ അങ്കിളുടെ ഓടാനൊക്കെ പോവായിരുന്നു. പിന്നെ അങ്ങനെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഒന്നുമില്ല. 2 ആഴ്ച മുന്നേ ഇങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ വന്നു. അപ്പം എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ചെസ്റ്റ് പെയിൻ ഒക്കെ ഹാർട്ട് അറ്റാക്ക് ആണ് ഓർത്ത്, ഈ പണിയെടുത്ത് എനിക്ക് ഇപ്പൊ എപ്പോഴും ചെസ്റ്റ് പെയിൻ വരുക, എനിക്ക് സ്ട്രെസ് ലെവൽ കാരണമുള്ള ചെസ്റ്റ് പെയിൻ ആണ്. ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ ഗാസ്ട്രോ രീതിയിലാണ് പറഞ്ഞത്, ഫുഡ് പ്രോപ്പർ അല്ല, ഉറക്കം പ്രോപ്പർ അല്ല, അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത്. അപ്പം അത് കേട്ടപ്പോൾ ആക്ച്വലി ഞങ്ങൾ ECG നോർമലാണ്. ECG ഒക്കെ എടുത്തപ്പോൾ അവൾ ആക്ച്വലി പേടിച്ചു, കാരണം ഇങ്ങനെ വർക്ക് സ്ട്രെസ് കാരണം ചെസ്റ്റ് പെയിൻ വന്നുകൊണ്ടിരിക്കുക ഡെയിലി. അപ്പം അതിനു മുന്നേ ഇങ്ങനത്തെ ഇവിടെ ഒരു കുഴപ്പമില്ല, വെരി ആക്റ്റീവ്, ഭയങ്കര അങ്ങനെ പ്രശ്നമില്ല. അവള് വർക്ക് ചെയ്തെടുത്തോളം അവള് മാക്സിമം എഫേർട്ടും സിൻസിയർ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ തന്നെ ജൂലൈ എൻഡിൽ വരാൻ കാരണം അവൾ വർക്ക് ചെയ്ത പ്രോജക്ട് കംപ്ലീറ്റ് ആണെങ്കിൽ ജൂലൈ എൻഡ് ആവും. അതുകൊണ്ടാണ് അവൾ ജൂലൈ എൻഡ് വരെ വെയിറ്റ് ചെയ്തത് തന്നെ. സോ ഇതൊരു അന്നയുടെ മാത്രം കേസല്ല, ഇതുപോലെ ഒരുപാട് അന്നമാര് ഇതുപോലത്തെ ടോക്സിക് വർക്ക് കൾച്ചർ മൂലം സൂസൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമ്മുടെ ലേബർ ലോസ് ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.